അപ്പോൾ ചങ്ങായിമാർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം റൂമിൽ നമ്മളെ വൈഫൈ റൂട്ടർ വരുന്നത് ഒന്ന് ഡൂയിൻ്റെ ഒന്ന് തിസ്ലാത്തിൻ്റെ ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡും അതേപോലെ നെയിം എങ്ങനെ ചേഞ്ച് ആക്കലെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ബാക്കി കണ്ടോളി. ഓക്കെ, ബൈ. ചങ്ങായിമാർ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ റൂട്ടറിൻ്റെ അടിയിലാണ് മറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ കാണാം യൂസർ നെയിമും അതേപോലെ പാസ്വേഡും അതേപോലെ അതിലൊരു സൈറ്റ് കാണുന്നുണ്ട്. സൈറ്റ് ഇവിടെ എഴുതി കൊടുക്കാം. ഗൂഗിളിലൊന്നും വർക്ക് ആവുമല്ലോ. അപ്പോൾ ഈ ആപ്പിൽ തന്നെ കയറണം. ആപ്പിൽ കയറി കേട്ടിട്ടുണ്ടെങ്കിൽ ഗോ ബാക്കും അതേപോലെ അഡ്വാൻസ്ഡ് ഒന്നും ഉണ്ട്. അതിൽ അഡ്വാൻസ്ഡ് അതിൽ വേറൊരു ഓപ്ഷൻ കാണൂട്ടെ. ആ ഓപ്ഷനിൽ നെക്കിയാണ് യൂസർ നെയിമും പാസ്വേഡ് അടിക്കാതെ നമുക്ക് നേരത്തെ കാണിച്ചാന്ന് അത് നമ്മൾ ലോഗിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും കേട്ടോ. അങ്ങനെ ഫോണിൽ ചെരിച്ച് പിടിക്കുക. നമ്മൾ കമ്പ്യൂട്ടറിൽ വരുന്ന മാതിരിക്കാണ് വരിക. അങ്ങനെ ചെരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പല ഓപ്ഷൻസും ഇതിൽ കാണും. നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. അതിൽ വൈഫൈ സെറ്റിംഗ്സ് സംഭവം കാണുന്നു. വൈഫൈ സെറ്റിംഗ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ ചങ്ങായിമാരെ. ഈ വൈഫൈ സെറ്റിംഗ്സിൽ നെക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് 2G കാണിക്കും അതേപോലെ 5G കാണിക്കൂട്ടെ ചങ്ങായിമാർ. 2G നെക്കുമ്പോൾ അവിടെ നെയിമും കാണിക്കും അതേപോലെ പാസ്വേഡും കാണിക്കും. നെയിമും ആണെങ്കിൽ നെയിമും മാറ്റാം. മാറ്റിൻ്റെ ശേഷം പാസ്വേഡ് നമുക്ക് ചേഞ്ച് ആക്കുക. എന്നിട്ട് അടിയിക്ക് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സേവിങ്ങും കാണിക്കുമ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് മാറൂട്ടാ. നമ്മൾ ഏത് പാസ്വേഡ് ആണോ മാറ്റിയാണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വൈഫൈയാണ് കണക്റ്റഡ് ആക്കുന്നത്. അതായത് 2G പാസ്വേഡ് മാറ്റണമെങ്കിൽ 5G കണക്റ്റഡ് ആക്കിയതിന് ശേഷം 2G പാസ്വേഡ് മാറ്റുക. അതേപോലെ 5G പാസ്വേഡ് മാറ്റണമെങ്കിൽ 2G വൈഫൈ കണക്റ്റഡ് ആക്കി മാറ്റുക. സിമ്പിൾ കാര്യങ്ങളാണ്. ഇത്ര സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ സൈറ്റും കാര്യങ്ങൾ അവിടെ റൂട്ടറിൻ്റെ അടിയിലുണ്ടാവും. അതുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് എഴുതി കൊടുക്കാം. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ അക്കൗണ്ടിൽ വരും. അപ്പോൾ അടുത്ത വീഡിയോ കാത്തുക. ഓക്കെ, ബൈ.